എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെറൈറ്റി റിവിഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ വ്യത്യാസമായിട്ടുള്ളൊരു ഒരു സെഷനാണിത്. ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിലുള്ള ടോപ്പിക്ക് നന്നായി പഠിച്ചാൽ ഒരു 3 പോയിൻ്റെങ്കിലും പറയാൻ പറ്റും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? അതായത് ഒരു 3 പോയിൻറ്റിൽ കൂടുതൽ പറയുന്ന ഒരു കാര്യം നമ്മൾ നന്നായി പഠിച്ചാണ്. അല്ലാതെ ഒരു പോയിൻ്റ് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പറഞ്ഞു 1857 റിവോൾട്ട്, അതിനെക്കുറിച്ച് ഒരു മംഗൾ പാണ്ഡേനെ കുറിച്ചുള്ള ഒരു പോയിൻ്റ് മാത്രമേ നമുക്ക് അറിയുള്ളെങ്കിൽ എന്ത് മനസ്സിലാക്കണം? നമുക്ക് അതിനെക്കുറിച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിലുദ്ദേശിക്കുന്നത് ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇത് പറയും, ഇപ്പോൾ ഒരു ഗവർണർ ജനറലിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്ര പോയിൻറ്റ്സ് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഇർവിൻ പ്രഭുവാണ്. ഇർവിൻ പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്രിസ്ത്യൻ വൈസ്രോയ് എന്ന് വിളിക്കുന്ന ആൾ ഇർവിൻ പ്രഭു അല്ലേ? രണ്ടാമത്തത് പൂർണ്ണ സ്വരാജ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോഴുള്ള വൈസ്രോയ് ആരാണ്? ഇർവിൻ പ്രഭുവാണ്. ഗാന്ധി ഇർവിൻ പാക്റ്റ് സൈൻ ചെയ്യുമ്പോഴുണ്ടായിരുന്ന ആളാണ് ഇർവിൻ പ്രഭുവാണ്. അതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഉള്ള വൈസ്രോയ് ആരാണ്? ഇർവിൻ പ്രഭുവാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റാൻഡമായിട്ട് റീകളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഇർവിൻ പ്രഭുവിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു 10-15 സെക്കൻഡിനുള്ളിൽ ആലോചിച്ച് റീകളക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ വായിക്കുമ്പോൾ ഈ റീകളക്ട് ചെയ്ത കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ മാക്സിമം റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ലോർഡ് ഇർവിൻ വാസ് ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ വെൻ സൈമൺ കമ്മീഷൻ കെയിം ടു ഇന്ത്യ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ആരായിരുന്നു? വൈസ്രോയ് ഇർവിനാണ്, അല്ലേ? പിന്നെ അടുത്തത് ഗാന്ധി ഇർവിൻ പാക്റ്റ്. എന്തുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധി ഇർവിൻ പാക്റ്റ് സൈൻ ചെയ്തത്? റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ 1930 ഗാന്ധിജി പങ്കെടുത്തില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗാന്ധി ഇർവിൻ പാക്റ്റ് 1931 ആദ്യത്തെ പോയിൻറ്റ്. 2, ഗാന്ധിജി രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ഇതിന് ശേഷമാണ് പങ്കെടുത്തത്, അല്ലേ? മൂന്നാമത്തേത് ഏത് വർഷമാണ് ഗാന്ധി ഇർവിൻ പാക്റ്റ്? 1931 ഗാന്ധി ഇർവിൻ പാക്റ്റ് ഉണ്ടായത്. അപ്പോൾ മിനിമം കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റണം. ബ്രഹ്മസമാജത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് പോയിൻറ്റ്സ് ഉള്ളത്? 1828 അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സതി നിർത്തലാക്കാൻ കാരണമായി അതിനുവേണ്ടി പ്രവർത്തിച്ച ഫൗണ്ടേഷനാണ് ഈ ബ്രഹ്മസമാജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ്, അല്ലേ? രാജാറാം മോഹൻ റോയ് ആണ് ഇത് രൂപീകരിച്ചത്, ബ്രഹ്മസമാജ്. പിന്നെ വേറെ എന്തൊക്കെ പറയാം? എവിടെയാണ് ബ്രഹ്മസമാജ് ഉണ്ടായിരുന്നത്? അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ട, അല്ലേ? കൊൽക്കത്തയിലായിരുന്നു ബ്രഹ്മസമാജിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ രാജാറാം മോഹൻ റോയുടെ പബ്ലിക്കേഷൻസ്, മറ്റേ ബറാത്തുൽ അക്ബർ, അതുപോലെ തന്നെ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, പിന്നെ എ ഗിഫ്റ്റ് ടു മോണോത്തീസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അത് രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ കേഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റും? കേഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ദ ഔറംഗസേബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണല്ലേ? അതുപോലെ തന്നെ കേഴ്സൺ പ്രഭുവിനെ കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്ന് പറയുന്നത്, ബംഗാൾ പാർട്ടീഷനെ കുറിച്ച് ആദ്യത്തെ പ്രഖ്യാപനം വന്നത് ആരാണ്? കേഴ്സൺ പ്രഭുവാണ് പറഞ്ഞത്, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിക്ലറേഷൻ വന്നത് കേഴ്സൺ പ്രഭുവാണ് ഈ ഡിക്ലറേഷൻ നടത്തിയത്. അതായത് ബംഗാൾ പാർട്ടീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ബംഗാളിനെ 2ആയി വിഭജിക്കണം എന്ന് പറഞ്ഞ വൈസ്രോയാണ്. അത് നടപ്പിലാക്കിയ സമയത്ത് അല്ലെങ്കിലും 1905 വരെയാണ് ആരുണ്ടായിരുന്നത്? കേഴ്സൺ പ്രഭു ഉണ്ടായിരുന്നത്. അപ്പോൾ 1899 മുതൽ 1905 വരെയാണ് കേഴ്സൺ പ്രഭുവിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആക്ട്, അല്ലേ? യൂണിവേഴ്സിറ്റി ആക്റ്റും യൂണിവേഴ്സിറ്റി കമ്മീഷൻ, അതുപോലെ തന്നെ ആൻഡ്രൂ ഫ്രൈസർ കമ്മീഷൻ, യങ് ഹസ്ബൻഡ്സ് മിഷൻ ടു ടിബറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേഴ്സണുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നത്. 5 സൂററ്റ് വിഭജനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എക്സ്ട്രീമിസ്റ്റും അതുപോലെ തന്നെ മോഡറേറ്റ്സും തമ്മിലുള്ള തർക്കം എന്തിന് കാരണമായി? ഈ പറയുന്ന വിഭജനത്തിന് കാരണമായി. എക്സ്ട്രീമിസ്റ്റും അതുപോലെ തന്നെ മോഡറേറ്റ്സും വിഭജിച്ച സ്റ്റേഷനാണ് സൂറത്ത് സമ്മേളനം, അല്ലെങ്കിൽ സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഏതാ വർഷം? 1907. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? സൂറത്ത് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ 2 വിഭാഗമായിട്ട് പിരിഞ്ഞു, എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും, അല്ലേ? 2. 3, എന്താണ് കാരണം? ഒന്ന്, ഈ പ്രസിഡൻറ്റിനെ ചൊല്ലിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് മോഡറേറ്റ്സ് ഡോമിനേറ്റ് ചെയ്തൊരു കാലമായിരുന്നു. പക്ഷേ
അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് 1905 മുതലിന് ശേഷം എന്താണ് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നത്? ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡർ, ബാലഗംഗാധർ തിലകനെ പോലുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വരണമെന്നാണ്. അത് മോഡറേറ്റ്സിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതും ഒരു കാരണമാണ്. പിന്നെ സ്വദേശി മൂവ്മെൻറ്റ് ഇന്ത്യ ഒട്ടാകെ തന്നെ വ്യാപിപ്പിക്കണം എന്ന് എക്സ്ട്രീമിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മോഡറേറ്റ്സിന് അത് തയ്യാറായിരുന്നു. മോഡറേറ്റ്സ് പറഞ്ഞത് സ്വദേശി മൂവ്മെൻറ്റ് ബംഗാളിൽ മാത്രം തന്നെ മതി എന്നാണ് അവരുടെ അഭിപ്രായം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് 1907 സൂരജ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും സെപ്പറേറ്റ് ചെയ്യാൻ ഇടയാക്കിയ കാരണം ഉണ്ടായത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റീകളക്ട് ചെയ്തത്. ഒരു തവണ കൂടി നമ്മൾ എന്തൊക്കെയാണ് റീകളക്ട് ചെയ്തതെന്ന് നോക്കാം. ഇർവിൻ പ്രഭു ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയിയാണ്. പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ വന്നപ്പോൾ ഉണ്ടായ ഇതാണ്. ഉപ്പ് സത്യാഗ്രഹം നമ്മൾ പറയാൻ വിട്ടുപോയി. ഉപ്പ് സത്യാഗ്രഹത്തെ ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയിയാണ്. രണ്ടാമത്തേത് ഗാന്ധി ഇർവിൻ സന്ധി. ഏതാ വർഷം? 1931. സിവിൽ നിയമലംഘനം നിർത്തലാക്കാനുള്ള കാരണം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധി ഇർവിൻ പാക്റ്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഏതാ വർഷം? 1931. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ് ഒരു കാര്യം ആലോചിക്കാനുള്ളത്. കൊൽക്കത്തയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. 1828 ബ്രഹ്മസമാജം രൂപീകരിച്ചത്. സതി നിർത്തലാക്കാൻ വളരെയധികം ഒരു റോള് വഹിച്ച ഓർഗനൈസേഷനാണ് ബ്രഹ്മസമാജ്. കേഴ്സൺ പ്രഭു യൂണിവേഴ്സിറ്റീസ് ആക്ട്, യൂണിവേഴ്സിറ്റി കമ്മീഷൻ, ആൻഡ്രൂ ഫ്രൈസർ കമ്മീഷൻ, ബംഗാൾ പാർട്ടീഷൻ, ഇതൊക്കെയായി ബന്ധപ്പെട്ടത് ആരുമായി ബന്ധപ്പെട്ടാണ്? കേഴ്സൺ പ്രഭുമായി ബന്ധപ്പെട്ടത്. സൂരറ്റ് വിഭജനം, കോൺഗ്രസ് സ്പ്ലിറ്റ്, മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ആരാവണമെന്നല്ലേ ചൊല്ലിയുള്ള തർക്കം ഉണ്ടായിരുന്നു. 1907 സൂരറ്റ് സ്പ്ലിറ്റ് ഉണ്ടായത്. റാഷ് ബിഹാരി ഘോഷാണ് ആ സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്, റാഷ് ബിഹാരി ഘോഷ്. അപ്പോൾ സ്വദേശി മൂവ്മെൻറ്റ് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞതും സമ്മതിച്ചില്ല. അതുപോലെ തന്നെ ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡർ ആയിരിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇനിയുള്ള സമ്മേളനത്തിലെ ഒരു പ്രസിഡൻ്റ് എന്ന് പറഞ്ഞതും 1905 മുതലുള്ള ആവശ്യമായിരുന്നത് സമ്മതിച്ചില്ല. ഇതൊക്കെ കൊണ്ടാണ് 1907 സൂരറ്റ് സ്പ്ലിറ്റ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് വെറൈറ്റി റിവിഷൻ എന്ന ഈ സെഷൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നമുക്ക് മുമ്പോട്ട് ഈ സെഷൻ തുടരാൻ പറ്റും. അപ്പോൾ മെയിൻ കാര്യം എന്ന് പറയുന്നത് എത്രമാത്രം സ്വന്തമായി റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങനെയുള്ള ടോപ്പിക്സ്, ഇങ്ങനെയൊരു റിവിഷൻ നടത്താൻ നമുക്ക് പറ്റിയാൽ കുറേ കൂടെ നല്ലതാണ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.